എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പുതിയൊരു പാഠമാണ് പഠിക്കുന്നത്. 7ാമത്തെ പാഠം, ടാൻജൻറ്റ്സ് അഥവാ തൊടുവരകൾ. എന്താണ് ടാൻജൻറ്റ്? നമുക്കാദ്യം അത് നോക്കാം. നിങ്ങൾ ഈ ചിത്രം നോക്കിക്കേ. എന്താണ്? ഒരു സർക്കിളുണ്ട്. AB എന്ന് പറയുന്ന വ്യാസം അഥവാ ഡയമീറ്റർ വരച്ചിരിക്കുന്നു. എന്നിട്ട് ആ ഡയമീറ്റർ വൃത്തത്തിന് പുറത്തോട്ടും നീട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ടുണ്ട്. അതിനുശേഷം എയിൽ കൂടി തന്നെ കടന്നു പോകുന്ന AX എന്ന് പറയുന്ന കോഡ് വരച്ചിട്ടുണ്ട്. കോഡ് ഞാൻ. AX എന്താണ്? ഞാൻ അഥവാ കോഡാണ്. ഇനി ഈ AX എന്ന് പറയുന്ന ഞാനിലെ കോഡിലെ X എന്ന ബിന്ദുവിനെ ഞാൻ എയോട് അടുപ്പിക്കുന്നു. അപ്പോൾ AX ഞാനാണ് എന്ന് പറയുമ്പോൾ ഇത് വൃത്തത്തെ എത്ര ബിന്ദുക്കളിൽ കട്ട് ചെയ്യുന്നുണ്ട്? 2 ബിന്ദുക്കളിൽ കട്ട് ചെയ്യുന്നില്ലേ? ഇനി ഈ ചിത്രം നോക്കിക്കേ. ഇത് AX ആണ്. എക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? എയോട് അടുപ്പിക്കുന്നു. അപ്പോൾ ഇവിടെയും AX വൃത്തത്തെ 2 ബിന്ദുക്കളിൽ കട്ട് ചെയ്യുന്നു. X എയോട് അടുത്തടുത്ത് വരുന്നു അല്ലേ? അടുത്തടുത്ത് വരുന്നു. അപ്പം ഞാനിൻ്റെ നീളം എന്താണെന്ന് കുറഞ്ഞു വരികയാണ്. ഇവിടെ എത്തിയപ്പോൾ ഞാനിൻ്റെ നീളം ഒത്തിരി കുറഞ്ഞു. ഈ ചുമന്ന വരയായപ്പോൾ X എന്ന് പറയുന്ന പോയിൻറ്റും A എന്ന് പറയുന്ന പോയിൻറ്റും ഒന്നായി. അപ്പോൾ ഈ ചുവന്ന വര എന്ന് പറഞ്ഞാൽ വൃത്തത്തെ A എന്ന ബിന്ദുവിൽ മാത്രം തൊടുന്നു. അതായത് AX എന്ന് പറയുന്ന ഞാൻ വരച്ചപ്പോൾ വൃത്തം 2 ബിന്ദുക്കളിൽ ഖണ്ഡിക്കുന്നുണ്ടായിരുന്നു, Aയും Xും. ഇവിടെയും AX 2 ബിന്ദുക്കളിൽ ഖണ്ഡിക്കുന്നു. ഇവിടെയൊക്കെ 2 ബിന്ദുക്കളിൽ ഖണ്ഡിക്കുന്നു. ഇവിടെ വരെ 2 ബിന്ദുക്കളിൽ ഖണ്ഡിക്കുന്നുണ്ടായിരുന്നു. അവസാനം Xും Aയും കൂടി ഒരു ബിന്ദുവായി. അപ്പം ഈ വൃത്തത്തെ ഈ വര A എന്ന ബിന്ദുവിൽ തൊടുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ റെഡ് ലൈൻ ഇൻ ദി പിക്ചർ ജസ്റ്റ് ടച്ചസ് ദ സർക്കിൾ അറ്റ് A അല്ലേ? അപ്പോൾ ഈ വരയും ഈ സർക്കിളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പോയിൻ്റ് തൊടുന്നു എന്നാണ്. ഇതിന് പറയുന്ന, ഈ ചുമന്ന വരയ്ക്ക് പറയുന്ന പേരാണ് ടാൻജൻറ്റ് അഥവാ തൊടുവര. അപ്പം ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വര ടാൻജൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആ വരയും വൃത്തവും ഒരു ബിന്ദുവിൽ തൊടുന്നു. ഒന്ന് തൊടുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതെങ്ങനെ പറയാം? ജസ്റ്റ് ടച്ചസ്. അത് തന്നെയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. X എയോടടുത്ത് പോകുന്നു. AXൻ്റെ എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് കുറഞ്ഞു വരുന്നു. എയോടടുത്തു, വളരെ അടുത്തു. ഇപ്പം എന്തായി? Xും Aയും ഒരു ബിന്ദുവായി. അതായത് ഈ നീലവര ഈ വൃത്തത്തെ A എന്ന് പറയുന്ന ബിന്ദുവിൽ തൊടുന്നു. അതായത് ഈ വരയും വൃത്തവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ബിന്ദുവിൽ ഇങ്ങനെ ജസ്റ്റ് ഈ വര വൃത്തത്തിലെ A എന്ന് പറയുന്ന ബിന്ദുവിൽ ഒന്ന് തൊടുന്നേ ഉള്ളൂ. അങ്ങനെയുള്ളതുകൊണ്ട് ഈ നീലവര എന്താണ്? ടാൻജൻ്റ് ആണ്. അപ്പോൾ ടാൻജൻ്റ് എന്താണെന്ന് മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് AX എന്ന് പറയുന്ന കോഡ് അഥവാ ഞാൻ ടാൻജൻ്റ് ആവുമ്പോൾ, അതായത് Xും Aയും കൂടി X എയോടടുത്ത് Xും Aയും കൂടി ഒരു ബിന്ദു ആവുമ്പോഴത്തേക്ക് AX എന്ന് പറയുന്ന ഞാനിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ഞാൻ AX എന്ന് പറയുന്ന ഞാനിൻ്റെ സെൻട്രൽ ആംഗിൾ വരച്ചു. ഇത് X ആണ്. ഇത് ഏത് ആംഗിളാണ്? ഞാനും ഡയമീറ്റർ അല്ലേ, ABയും തമ്മിലുള്ള ആംഗിളാണ് ഇത്. അപ്പോൾ ഈ X എയോടടുക്കുമ്പോൾ ഈ ഞാനിൻ്റെ നീളം കുറഞ്ഞു വരുന്നെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ ഈ കേന്ദ്രകോണിൻ്റെ അളവും എന്താവുന്നു? കുറഞ്ഞു വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ കോണോ കൂടി വരുന്നു. നേരത്തെ കണ്ടതിനേക്കാൾ AX ഇവിടെ കുറഞ്ഞില്ലേ? AX എന്ന് പറയുന്ന ഞാനിൻ്റെ നീളം കുറഞ്ഞു. ഈ കേന്ദ്രകോണിൻ്റെ അളവും കുറഞ്ഞില്ലേ? ഇവിടെ അതിനേക്കാൾ കുറഞ്ഞു. ഞാനിൻ്റെ നീളം ഒത്തിരി കുറഞ്ഞു, ഈ കേന്ദ്രകോണും കുറഞ്ഞു. പക്ഷേ ഈ കോൺ എന്താവുന്നു? കൂടുന്നു.
അവസാനം ഇവിടെ എത്തിയപ്പോൾ AX എന്ന് പറയുന്ന ഞാനുണ്ടോ? ഇല്ല, ഞാനില്ല. കേന്ദ്രകോണും ഇല്ല. ഇവിടെ നോക്കിക്കേ, AX എന്ന് പറയുന്ന കോഡ് ഇവിടെ ഉണ്ടോ? ഇല്ല. എക്സും എയും കൂടി ഒരു പോയിൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ടോ? ഇല്ല. സെൻട്രൽ ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായി? സെൻട്രൽ ആംഗിൾ 0 പിന്നെ ഏത് ആംഗിളുണ്ട്? ഈ AB എന്ന് പറയുന്ന ഡയമീറ്ററും ഇതും കൂടി ചേരുന്ന ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഞാനിതിന് സെൻട്രൽ എപ്പോഴും നമ്മൾ O ആണല്ലോ, ഈ ആംഗിൾ എക്സുമാണ്. OAX എങ്ങനെയുള്ള ട്രയാങ്കിളാണ്? OAയും OXും റേഡിയസ് അല്ലേ? അപ്പോൾ എന്ത് ട്രയാങ്കിളാണ്? ഐസോസെലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഈ കോണും തുല്യമായിരിക്കും. ഈ കോണും എങ്ങനെ കണ്ടുപിടിക്കാം? 3 കോണുകളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180. അപ്പോൾ 180 മൈനസ് 2 കോണുകളും തുല്യമാണല്ലോ. അപ്പോൾ ഈ 2 കോണുകളും കൂടെ എത്ര വരും? 180-ൽ നിന്ന് x കുറച്ചതാണ്. 2 കോണുകളും തുല്യമായതുകൊണ്ട് ഇതിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? ഓരോ കോണും കിട്ടാൻ 2 കൊണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 180/2 മൈനസ് x/2. 180/2 എത്രയാ? 90 മൈനസ് x/2. x/2നെ നമുക്ക് എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതെത്ര വരും? ഈ ആംഗിളെ 90 മൈനസ് x/2 അല്ലേ? അപ്പോൾ ഈ എക്സ് എന്ന ബിന്ദു എയോടടുത്ത് വരുമ്പോൾ ഈ എക്സ് കുറഞ്ഞു വരുന്നു, ഇത് കൂടി വരുന്നു അല്ലേ? ഇവിടെ എത്തുമ്പോൾ നമ്മൾ നോക്കിക്കേ, എക്സും എയും കൂടി ഒരു ബിന്ദുവായി. എ എന്ന് പറയുന്ന ബിന്ദു മാത്രമേ ഇവിടെ ഉള്ളൂ. എക്സ് എയിലെത്തി, എക്സ് ഈ എയിലെത്തി. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ബിന്ദുവില്ല, ഇപ്പോൾ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ടോ? ഇല്ല. സെൻട്രൽ ആംഗിൾ എത്രയായി? 0 ആയി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നമുക്ക് എത്രയാണെന്നാണ് കിട്ടിയത്? സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ അതിൻ്റെ പകുതി 90-ൽ നിന്ന് കുറയ്ക്കുന്നതാണ് ഇവിടുത്തെ ആംഗിൾ. ഇവിടെയും എക്സ് എയോട് അടുക്കും തോറും ഈ ആംഗിൾ കുറഞ്ഞു വരുന്നു. ഈ ആംഗിൾ കുറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയും കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ കൂടി വരുന്നു അല്ലേ? ഈ ആംഗിൾ കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് 90-നോട് അടുത്തടുത്ത് വരുന്നു എന്നല്ലേ അർത്ഥം. അതായത് ഇത് 90, ഈ ആംഗിൾ 90 മൈനസ് x/2 ആണ്. അപ്പോൾ ഇത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതിയും കുറഞ്ഞു വരുന്നു. അപ്പോൾ 90 മൈനസ് ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ 90-നോട് അടുത്തടുത്ത് വരുന്നു. അവസാനം ഇവിടെ എത്തുമ്പോൾ AX എന്ന് പറയുന്ന ഞാനിൻ്റെ സെൻട്രൽ ആംഗിൾ ഉണ്ടോ? ഇല്ല, അത് 0 ആയിപ്പോയി. അപ്പോൾ 90 മൈനസ് x/2, എക്സ് 0 ആയിപ്പോയി. അപ്പോൾ x/2 ഇല്ല. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? ഒരു വൃത്തത്തിൽ ഈ ടാൻജൻ്റ് ആണെങ്കിൽ ഈ വര എ എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജൻ്റ് ആണെങ്കിൽ ടാൻജൻറ്റും വ്യാസവും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. വേറെ അർത്ഥത്തിൽ പറയാം, എപ്പോഴും ഡയമീറ്റർ ടാൻജൻറ്റിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ലംബമായിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ടാൻജൻറ്റ് എന്താണെന്നാണ് പഠിച്ചത്. ടാൻജൻറ്റ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ പാഠം മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതായത് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൃത്തത്തെ ഞാനല്ലെങ്കിൽ കോഡെന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്ന വരയല്ലേ? അപ്പോൾ ഇത് AX എന്ന് പറയുന്നത് കോഡാണ്. 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കോഡാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? എക്സ് എയോട് അടുത്തടുത്ത് വരുന്നു. അവസാനം എക്സും എയും കൂടി ഒരു പോയിന്റ് ആകുന്നു. ഈ ചുമന്ന വര എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വര
ഒരു പോയിന്റിൽ വൃത്തത്തെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ തൊടുന്നു. അതുകൊണ്ട് ഇത് തൊടുവര അല്ലെങ്കിൽ ടാൻജൻ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കിയത് ഈ AX എന്ന് പറയുന്ന കോഡ് ടാൻജൻ്റ് ആകുമ്പോൾ ഈ AX എന്ന് പറയുന്ന കോഡിനും അതിൻ്റെ സെൻട്രൽ ആംഗിളിനും എന്ത് മാറ്റം വരുന്നു. പിന്നെ ഈ ഡയമീറ്ററും കോഡും തമ്മിലുള്ള ആംഗിളിനുമുള്ള മാറ്റമാണ് നമ്മൾ നോക്കിയത്. അങ്ങനെ വരുമ്പം ഈ OAX ഐസോസെലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. എന്തുകൊണ്ടാണ്? OA സമം OX അല്ലേ? എന്താണ് OAയും OXും ഈ സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്. അപ്പം ഇതിനെതിരെയുള്ള ഈ രണ്ട് കോണുകളും തുല്യമാണ്. ഈ രണ്ട് കോണുകളും കൂടെ എത്ര വരും? 180 - x വരും. ഇത് x അല്ലേ? 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180 അല്ലേ? അപ്പോൾ ഇത് 180 - x രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ വരും. ഈ രണ്ട് കോണുകളും തുല്യമല്ലേ? അപ്പോൾ ഒരു കോണ് കണ്ടുപിടിക്കാൻ 180 - x/2. അപ്പോൾ 90 - x/2. അപ്പോൾ ഈ കോൺ x ആണെങ്കിൽ 90ൽ നിന്ന് ഇതിൻ്റെ പകുതി കുറയ്ക്കുന്നതായിരിക്കും ഈ കോൺ. x എന്ന പോയിൻ്റ് എയോട് അടുത്ത് വരുമ്പോൾ AX എന്ന് പറയുന്ന കോഡിൻ്റെ നീളവും കുറയുന്നു, ഈ സെൻട്രൽ ആംഗിളും കുറയുന്നു. അപ്പോൾ ഈ ആംഗിൾ എന്താകുന്നു? 90ൽ നിന്ന് ഇത് കുറയുന്നു. അപ്പം x കുറയുവാണെങ്കിൽ x/2 എന്ത് ചെയ്യും? കുറയും. അപ്പോൾ 90ൽ നിന്ന് കുറഞ്ഞ ഒരളവ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ 90നോട് അടുത്ത് വരുന്നു എന്നല്ലേ അർത്ഥം. അവസാനം ഈ സെൻട്രൽ ആംഗിൾ എന്താകും? 0 ആകും. x എന്ന് പറയുന്ന പോയിൻ്റ് ഇല്ല, x Aയിൽ തന്നെ. അപ്പോൾ ആകെ ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ. ഈ വര ഈ സർക്കിളിനെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന സമയം വരുമ്പോൾ x ഇല്ലല്ലോ. അപ്പോൾ x/2 കൊണ്ടാ? ഇല്ല, x/2 ഇല്ല. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഡയമീറ്ററും ടാൻജൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇത് നമുക്ക് വേറൊരു രീതിയിൽ കൂടി പറയാം. ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻറ്റ് ഒരു സർക്കിളിൻ്റെ പെർപെൻഡിക്കുലർ ടു ദ എയിൽ കൂടി തന്നെ നമ്മൾ വരയ്ക്കുന്ന ഡയമീറ്ററിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും എയിൽ കൂടി വരയ്ക്കുന്ന ടാൻജൻറ്റ്. അത് നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയാം? വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന്, അതായത് എയിലൂടെയുള്ള തൊടുവരയാണിത്, അത് എയിൽ കൂടിയുള്ള വ്യാസത്തിന് ലംബമാണ്. ഇനി നിങ്ങൾ ഈ ജിയോജിബ്രയുടെ നമ്മൾ ഇപ്പം പറഞ്ഞതിൻ്റെ ജിയോജിബ്ര പ്രവർത്തനമാണിത്. അത് തന്നെ നോക്കിക്കേ. ഇവിടെ AB എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. AX എന്ന് പറയുന്നതാണ് നമ്മുടെ കോഡ് അല്ലെങ്കിൽ ഞാൻ. ഇവിടെ ഈ AX എന്ന ഞാനിലെ x എന്ന പോയിൻ്റ് ഏതോടടുക്കുന്നു? എയോട് അടുക്കുന്നു. കണ്ട, ഇത് AX എന്ന് പറയുന്ന ഞാനിൻ്റെ അല്ലെങ്കിൽ കോഡിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അതിപ്പം 129.01 ആണ്. ഇവിടെ എത്രയാണ് സെൻട്രൽ ആംഗിൾ? അല്ല, സെൻട്രൽ ആംഗിൾ അല്ല, ഇത് എത്രയാണ്? 25.5. ഈ ആംഗിൾ ഏതാണ്? ഈ ഡയമീറ്ററും ഈ കോഡും തമ്മിലുള്ള ആംഗിളാണ്. x എയോട് അടുക്കുന്നു. അപ്പം നിങ്ങൾ ആദ്യം AX എന്ന് പറയുന്ന ഞാനിൻ്റെ നീളം എന്താകുന്നു? കുറയുന്നു. പിന്നെ AXൻ്റെ സെൻട്രൽ ആംഗിളിന് എന്ത് മാറ്റം വരുന്നു എന്ന് ശ്രദ്ധിച്ചേ. AXൻ്റെ സെൻട്രൽ ആംഗിളും കുറഞ്ഞു വരുന്നു. അപ്പോൾ ഏത് ആംഗിൾ കൂടി വരുന്നു? ഡയമീറ്ററും AXും തമ്മിലുള്ള ആംഗിൾ കൂടി വരുന്നില്ലേ? ഉണ്ടോ? കൂടി വരുന്നു. AXൻ്റെ നീളം കുറഞ്ഞു വരുന്നു, സെൻട്രൽ ആംഗിളും കുറഞ്ഞു വരുന്നു, ഡയമീറ്ററും കോഡും തമ്മിലുള്ള ആംഗിൾ കണ്ട 72 പോയിൻ്റ് അങ്ങനെ കൂടി വരുന്നു. അവസാനം എക്സും എയും കൂടി എക്സ് എയിലെത്തും. എക്സും എയും ഒരു പോയിൻ്റായി. പിന്നെ എക്സ് ഇല്ല, എ ഉള്ളൂ. കണ്ടോ? അപ്പം നിങ്ങൾ നോക്കിക്കോ. ഈ സെൻട്രൽ ആംഗിൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി ആയി അല്ലേ? 90 ഡിഗ്രി.
90 ഡിഗ്രി ആയി. നോക്കിക്കണേ, ഈ സെൻട്രൽ ആംഗിൾ കണ്ടാണ്. സെൻട്രൽ ആംഗിൾ AXൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടോ, 0 ആയത് കണ്ടോ. അപ്പോൾ ഇത് അപ്പോൾ ഈ വരയും ഈ വര എ എന്ന് പറയുന്ന പോയിന്റ്, സർക്കിളിലെ എ എന്ന് പറയുന്ന പോയിന്റിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് തൊടുന്നു. അതുകൊണ്ട് ഇത് എന്താണ്? ടാൻജൻ്റ് ആണ്. ഇത് ടാൻജൻ്റ് ആണെങ്കിൽ ഈ ഡയമീറ്ററും ഈ ആംഗിളും ഇതും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? കൃത്യം 90 ആയിരിക്കും കേട്ടോ. 90 ഡിഗ്രി ആയിരിക്കും. ഒന്നുകൂടി നോക്കിക്കോ. ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എയോട് അടുത്തടുത്ത് വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സെൻട്രൽ ആംഗിൾ AXൻ്റെ നീളവും കുറയുന്നു, AX എന്ന് പറയുന്ന സെൻട്രൽ ആംഗിളും കുറയുന്നു. പിന്നെ ഡയമീറ്ററും കോഡും AXും തമ്മിലുള്ള ആംഗിൾ കൂടി വന്ന് അവസാനം എത്ര ഡിഗ്രി എത്തുന്നു? 90. 89.9 90 തന്നെയാണ് കേട്ടോ. ഡിഗ്രി ആകുന്നു. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ടോ? ഇല്ല. AX എന്ന് പറയുന്ന കോഡ് ഞാനുണ്ടോ? ഇല്ല. എക്സ് എയിൽ ലയിച്ചു. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ വര ഒന്ന് ജസ്റ്റ് ടച്ച് പിന്നെ AX എന്നുള്ള കോഡ് മാറി. വൃത്തത്തെ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നില്ല. പിന്നെ ഒരു ബിന്ദുവിൽ X ഇല്ല, A മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വര എന്തായി? എ എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജൻ്റായി. മനസ്സിലായോ? നിങ്ങൾ നോക്കിക്കേ, ഈ C എന്ന് പറയുന്ന കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഡയമീറ്റർ അല്ലേ AB. അപ്പോൾ ഡയമീറ്ററും A എന്ന് പറയുന്ന പോയിന്റിൽ കൂടിയുള്ള ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ലംബമല്ലേ? 89.99 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ലംബമാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? പേജ് 161 ഒരു സൈഡ് ബോക്സ് പ്രവർത്തനമാണ്. ടെസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതാണിത്. ഈ ചിത്രം നോക്കൂ. ഒരു വൃത്തവും കേന്ദ്രത്തിലൂടെ ഒരു വരയും കാണുന്നില്ലേ? ഈ വര അല്പം മുകളിലേക്ക് നീക്കിയാലോ? കണ്ടാ, മുകളിലേക്ക് നീക്കി. വര വീണ്ടും നീക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോഴെല്ലാം വൃത്തത്തിലെ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നു, 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നു, 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നു, 2 പോയിന്റിൽ. ഇപ്പോഴും എത്ര പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്? 2 പോയിന്റിൽ. അവസാനത്തെ ഈ ലൈൻ കണ്ടോ? ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രവും അവസാനത്തെ ഈ കട്ടിയുള്ള ചുമന്ന വര എന്താണ്? ഈ പോയിന്റിലെ ടാൻജൻ്റാണ്, തൊടുവരയാണ്. അതായത് വൃത്തത്തിലെ ഈ പോയിന്റിനെ ഒന്ന് തൊടുന്ന മാത്രമേ ഉള്ളൂ ഈ വര. ബാക്കി എല്ലാ വരകളും വൃത്തത്തിലെ 2 ബിന്ദുക്കളെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അവസാനം പിന്നെ വര തൊടുന്ന പോയിന്റില്ലേ, ആ പോയിന്റും വൃത്ത കേന്ദ്രവും കൂടെ യോജിപ്പിക്കുന്ന വര കണ്ടോ? ഈ പാരലൽ ലൈൻസിനൊക്കെ അതെന്താണ്? പെർപെൻഡിക്കുലർ അല്ലേ? ഇവിടെ നമുക്ക് മനസ്സിലാകും എന്ത്? വ്യാസവും ടാൻജൻറ്റും പെർപെൻഡിക്കുലർ ആണെന്ന്.